എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കാതെ ഒരു കപ്പ് റവ കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാനായാലും നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാനായാലും ഒക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാനിത് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോലെ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ മിക്സറിൻ്റെ ചെറിയ ജാറിലേക്ക് ഒരു കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. റവ നിങ്ങൾക്ക് വറുത്തതോ വറക്കാത്തതോ ആയിട്ടുള്ള റവ ഉപയോഗിക്കാം. അതുപോലെ നേർത്തതോ കുറച്ച് തിക്കായിട്ടുള്ളതോ ഏത് റവ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് ഏകദേശം ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം കുറച്ചാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്ത റവ മുഴുവനായിട്ടും ഒന്ന് നനഞ്ഞ് കിട്ടുന്ന രീതിക്ക് വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചപ്പോൾ തന്നെ അത് അത്യാവശ്യം വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങി നിൽക്കുന്ന പാകത്തിലായി കിട്ടിയിട്ടുണ്ട്. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട, ഈ ഒരു പാകത്തിന് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. അപ്പോഴേക്കും റവ നന്നായിട്ട് കുതിർന്ന് കിട്ടും. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റോളം ഞാൻ ആ മിക്സറിൻ്റെ ജാറിൽ വെച്ചിട്ട് തന്നെ അതൊന്ന് റെസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുട്ടയാണ് ആവശ്യമായിട്ടുള്ളത്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഏകദേശം 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, നമ്മൾ ആ ഒരു ചേർത്ത് കൊടുത്ത വെള്ളത്തിൽ ആദ്യം അരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് മിക്സറിൻ്റെ ജാറ് കഴുകിയിട്ടും കൂടെ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 1/4 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കൂട്ടുണ്ടാവാൻ വേണ്ടിയിട്ട്. ഇതൊരു സൈഡിലോട്ടേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിനായിട്ടുള്ള ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് ഏകദേശം 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 3/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് ചതച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചേർത്ത് കൊടുത്ത ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 250 ഗ്രാം ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ പീസസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഞാനിവിടെ ചിക്കൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചിക്കൻ ചെറുതായിട്ട് മുറിച്ചെടുത്തത് കൊണ്ട് തന്നെ ഈസി ആയിട്ട് വെന്ത് കിട്ടിക്കോളും. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് പാകത്തിന് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എരിവിന് പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഏകദേശം 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത സവാളയും ക്യാപ്സിക്കം ഒന്നും ഒരുപാട് അങ്ങനെ വെന്ത് വരേണ്ട ആവശ്യമില്ല. ചെറുങ്ങനെ കടിക്കാൻ കിട്ടുന്ന പാകത്തിന് കിട്ടിയാൽ മതി. ഇതിപ്പോൾ ഞാൻ എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മയണൈസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മയണൈസ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കിക്കോളൂ. ഞാനിതിപ്പം വളരെ സിമ്പിളായിട്ടുള്ള രീതിക്കാണ് ഈ ഒരു മസാല തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ടൊമാറ്റോ സോസും മയോണൈസും ഒഴിവാക്കിയിട്ട് സാധാരണ ബാക്കിയുള്ള മസാലകളൊക്കെ ചേർത്തിട്ടും ഈ ഒരു ഫില്ലിംഗ് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ അതാ നമ്മളുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റവയുടെ കൂട്ട് ഉപയോഗിച്ചിട്ട് ദോശകൾ തയ്യാറാക്കി എടുക്കാനാണ് പോകുന്നത്. തവ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. തവ ഒരല്പം ചൂടായി വന്നാൽ മതി, ഒരുപാട് ചൂടാവേണ്ട ആവശ്യമില്ല. എന്നാൽ ഒട്ടും ചൂടാകാതിരിക്കാനും പാടില്ല. തവ ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു തവി മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. മാവ് നല്ല ലൂസായതുകൊണ്ട് തന്നെ നമുക്ക് നേർത്ത് പരത്തിയെടുക്കാൻ വേണ്ടി പറ്റും. മാവിൻ്റെ കൺസിസ്റ്റൻസി നോക്കണം കേട്ടോ. ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ പരത്താൻ പറ്റില്ല. അതുപോലെ തവയ്ക്ക് ഒരുപാട് ചൂടില്ലെങ്കിൽ ഇത് പറ്റി പിടിച്ച് നിൽക്കാനും സാധ്യതയുണ്ട്. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ പരത്തിയെടുത്തത്. അതിനുശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ മാറ്റിയിട്ട് ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ തന്നെ മറിച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ വീണ്ടും 1 സെക്കൻഡൊക്കെ വേവിച്ചാൽ മതി. ഒരുപാട് അങ്ങനെ ഫ്രൈ ആക്കി എടുക്കണ്ട, അല്ലാണ്ടെങ്കിൽ ക്രിസ്പിയായി പോവും. ഈ ഒരു രീതിക്കാണ് തയ്യാറാക്കി എടുക്കുന്നത്. ആ ഒരു പാത്രത്തിൽ കുറച്ച് മൈദയോ ഗോതമ്പ് പൊടിയോ ഡസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ദോശൻ്റെ മുകളിലും മൈദയോ ഗോതമ്പ് പൊടിയോ ഡസ്റ്റ് ചെയ്തിട്ട് വേണം വീണ്ടും ദോശ ഇട്ട് കൊടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ പറ്റിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്.
അപ്പോൾ ദാ ഇതുപോലെ 7 ദോശകളാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് നമുക്ക് മുട്ടയാണ് ആവശ്യമായിട്ടുള്ളത്. 4 മുട്ട ഞാനിവിടെ ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പാണ് ചേർക്കേണ്ടത്. ഏകദേശം 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മുട്ടയും പാലും ഒക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളുടെ ഈ ഒരു കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഞാൻ ഈ ഒരു പാത്രത്തിലാണ് ഇത് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ പോകുന്നത് ആ ഒരു പാത്രം നല്ല പോലെ തന്നെ ഒന്ന് നെയ്യ് തടവിയെടുക്കാം. നെയ്യാണ് ഞാനിവിടെ തടവി കൊടുക്കുന്നത്. നിങ്ങൾക്ക് നെയ്യോ ബട്ടറോ തടവി കൊടുക്കാവുന്നതാണ്. അതിനുശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു ദോശ എടുക്കുക. അത് മുട്ടയുടെ കൂട്ടിൽ നല്ല പോലെ ഡിപ്പ് ചെയ്തെടുക്കുക. വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ നല്ല പോലെ തന്നെ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ലെയറായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ നടുവിലേക്കായിട്ട് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ഒന്ന് നിരത്തി കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ എത്തുന്ന രീതിക്ക് നിരത്തി കൊടുക്കാം. സൈഡിൽ നിന്ന് കുറച്ച് വിട്ടിട്ട് വേണം നമ്മളിത് നിരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം വീണ്ടും അടുത്ത ദോശ എടുക്കുക. അത് വീണ്ടും മുട്ടയുടെ കൂട്ടിൽ നല്ലപോലെ 2 ഭാഗവും ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് അടുത്ത ലെയറായിട്ട് വെച്ച് കൊടുക്കാം. ഇതേപോലെ ലെയറായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ ഒരു ചിക്കൻ്റെ മസാല നിരത്തി വെക്കാനാണ് പോകുന്നത്. ഇതേപോലെ എല്ലാ ഷീറ്റുകളും വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ഷീറ്റാണ് ഞാനിവിടെ വെച്ച് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അതും നല്ലപോലെ മുട്ടയിൽ ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് എല്ലാ സൈഡും ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കൂട്ട് മുഴുവനായിട്ടും തന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു മുട്ടയുടെ കൂട്ട് മുഴുവനായിട്ടും തന്നെ ആ ഒരു അരികുകളിലേക്കെല്ലാമായിട്ട് ഒഴിച്ച് അതിൻ്റെ മുകളിലേക്കും ഒക്കെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു രീതിക്കാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. ഇതേപോലെ ഞാനിപ്പോൾ മുഴുവനായിട്ടും തന്നെ ഒഴിച്ചു കൊടുത്ത് ഇത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് നോക്കാം. ഇതുപോലെ പഴയ തവയൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. തവ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് വേണം ഈ ഒരു പാത്രം ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം അടച്ച് വെച്ച് കൊടുത്ത് എന്തെങ്കിലും ഹോളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് അടച്ചു കൊടുക്കണം. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏകദേശം 20 മുതൽ 25 മിനിറ്റ് നേരം എടുക്കും അതിൻ്റെ ഒരു ഭാഗം കുക്കായി വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഏകദേശം 25 മിനിറ്റോളം നല്ല പോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാനിവിടെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കാനാണ് പോകുന്നത്. ഞാനിതൊരു തവയിലേക്കാണ് മറിച്ചിട്ട് കൊടുക്കുന്നത്. ആ ഒരു തവയിൽ നല്ലപോലെ നെയ്യൊന്ന് തടവിയെടുത്തതിന് ശേഷം ഇതിൻ്റെ അരികുകളൊക്കെ ഒന്ന് വിടിയിച്ചെടുത്തിട്ട് വേണം നമ്മളിത് പാത്രത്തിലേക്ക് തട്ടിയിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ തവയിലേക്ക് ഞാനിതിപ്പോൾ ഫ്ലിപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. അതിനുശേഷം മറിച്ചിട്ട ഭാഗം കൂടെ ഒന്ന് ഫ്രൈ ആയി വരാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ച് വെച്ച് നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വീണ്ടും കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 35 മിനിറ്റ് നേരമാണ് ഇത് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട്. ചൂടൊരൽപ്പം മാറി വന്നതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. നമ്മളിന്ന് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത് ചട്ടിപ്പത്തിരിയാണ്. ചട്ടിപ്പത്തിരി സാധാരണ തയ്യാറാക്കിയെടുക്കാറ് മൈദ ഉപയോഗിച്ചാണ്. എന്നാൽ നമ്മൾ ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് റവ ഉപയോഗിച്ചാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫില്ലിങ്ങും നല്ല വ്യത്യസ്തമായിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് നല്ല പോലെ തന്നെ ഇഷ്ടമാവും. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.